കെ എസ് പ്രസാദ് ചേരുന്നുണ്ട്. ശ്രീ കെ എസ് പ്രസാദ്, നിങ്ങൾക്ക് ദീർഘകാലത്തെ അടുപ്പവും അടുപ്പം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും, അത്ര അറിയാവുന്ന ആളാണ്. എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത്? എങ്ങനെ ഓർക്കുന്നു കലാഭവൻ നവാസിനെ? വിവരം 1.5 മണിക്കൂർ മുമ്പ് 1-2 പത്രങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച് പറയുന്നത്, വിവരം ഈ അടുത്ത കലാഭവനിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, മിമിക്സ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് കേരള സംഗീത നാടക അക്കാദമിയായിട്ട് ചേർന്ന്. അന്നാണ് പുള്ളി എൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നത്. ഈ മാസം ജൂലൈ 5-ാം തീയതി വന്നത്. അന്നും വന്നിട്ട് കലാഭവനിൽ ഞാൻ എത്തിയത് പ്രസാദേട്ടൻ വഴിയാണ്, പ്രസാദേട്ടനാണ് എന്നെ കലാഭവനിൽ എത്തിച്ചതെന്നൊക്കെ വിളിച്ച് പറയുകയും ഒക്കെ സംസാരിച്ചിട്ട് പോയതാണ്. ഇപ്പം ഏകദേശം 1 മാസം ആയില്ലല്ലോ, 3 ആഴ്ചയായിട്ടുള്ളൂ. അതായിരുന്നു പുള്ളി ലാസ്റ്റ് പങ്കെടുത്ത ചടങ്ങും അത് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പിന്നെ 93-ലെ പുള്ളി കലാഭവനിൽ എത്തുന്നത് ഞാൻ തന്നെയാണ് അഭിലച്ചനെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തുന്നതൊക്കെ. അതൊക്കെ പുള്ളി ആ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. ഒരുപാട് സിനിമകളിൽ വേഷം കിട്ടിയപ്പോഴും സ്റ്റേജ് മറന്നിട്ടില്ല. സ്റ്റേജിലേക്ക് വരാൻ വളരെ ആവേശത്തോടുകൂടി സ്റ്റേജിലും മിമിക്രിയും ഒക്കെ ആയിട്ട് അപ്പോഴും സജീവമായിരുന്നു നവാസ്. UK പോയ പരിപാടി ഇട്ടിരിക്കുകയാണല്ലോ, പുള്ളിയുടെ പോസ്റ്ററൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞു. അടുത്ത മാസം എന്താണ്. ഇന്നും ഒരു ഷൂട്ടിങ്ങിന് ശേഷം പാക്കപ്പായ സിനിമയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനം അല്ല, ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിനിടയിലാണ് ഈ സംഭവം. അതെ, തുടരാം. കെ എസ് പ്രസാദ് തുടരാം. അല്ല, ഇപ്പൊ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നവാസിനെ കളമശ്ശേരിയിലോട്ട് കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. നാളെയാണ് പോസ്റ്റ്മോർട്ടം. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 9 മണിക്ക് ബോഡി വിട്ടത് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ CI വന്ന് MLA സംസാരിച്ചു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇപ്പൊ ഏതായാലും ബാക്കിയുള്ള ചടങ്ങുകളെ കുറിച്ച് വ്യക്തമായ തീരുമാനമായിട്ടില്ല. നിയാസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിയാസിന്റെ മകനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ. ശരി, ഏതായാലും കെ എസ് പ്രസാദ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.